നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ എന്നത്തെയും പോലെ നമ്മുടെ ആദ്യം തന്നെ നടക്കുന്നത് അടുക്കളയിലെ പരിപാടികളാണ്. അതെല്ലാം ഒതുക്കിയിട്ട് വേണം നമുക്ക് മെയിൻ പരിപാടിയിലോട്ട് കടക്കാനായിട്ട്. ഇന്ന് പുട്ടും മുട്ടക്കറിയുമാണ്. നാൻസി ആദ്യമേ പണി തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ തുടങ്ങിക്കോ, ഞാൻ പുറകെ എത്തുന്നതായിരിക്കും. അങ്ങനെയാണ് സാധാരണ. കാരണം നാൻസിക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ, എനിക്കില്ല ഇപ്പൊ ഒരു കുഞ്ഞുള്ളത്. അവളെ ഒതുക്കിയിട്ട് വരാൻ ഇച്ചിരി പാടാണ്. ആരെങ്കിലും കൂടെ കിടക്കാനുണ്ടെങ്കിൽ നോ പ്രോബ്ലം, എത്ര നേരം വേണേലും അവിടെ കിടന്നോളൂ കേട്ടോ. അങ്ങനെ പുട്ടുപുഴുങ്ങളൊക്കെ നമുക്ക് മുറക്കി നടന്നുകൊണ്ടിരിക്കുവാണ്. നാൻസി ഒരു കൂട്ടുകാരിയുമായിട്ട് സംഭാഷണത്തിലാണ്. UK-യിലാണ് കൂട്ടുകാരി ഉള്ളത്. അവളുടെ വിശേഷങ്ങളൊക്കെ വിളിച്ചന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ ആ സമയത്ത് എനിക്ക് വേഗം ഭക്ഷണം കഴിക്കണം. വിശക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ മൈഗ്രെയിൻ ഇളകുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ വേഗം കഴിക്കുവാണ്. നാൻസി എന്നിട്ട് പയ്യനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവളുടെ പരിപാടിയിലോട്ട് കടന്നു. നാൻസി, നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? ജയ്സന്റെ കുടുക്കയിൽ 5-ന്റെയും 10-ന്റെയും ഒന്നും കാണുന്നില്ല. അത് മോഷ്ടിക്കപ്പെട്ടു. ചാറ്റ കൊടുക്ക പായ്ക്ക്. ആയ് നല്ല മോന്ത. കീടെ പറഞ്ഞാ കേക്കിയല്ലേ, കത്രിക ഉവ്വാവ് വരും കയ്യിൽ. ഉവ്വാവ് വരുമെന്ന് വേണ്ടത്. അയ്യേ വേണ്ട. കിയാനെ സ്കൂളിൽ വിട്ടില്ലെങ്കിൽ അവളുടെ പുറകെ നടക്കാൻ മാത്രമേ നേരം കാണുള്ളൂ. എല്ലാ കുരുത്തക്കേടും ചെന്ന് പിടിക്കും. അങ്ങനെ എല്ലാத்தைയും അവളെ പിന്തിരിപ്പിച്ചുകൊണ്ട് നടക്കലായിരിക്കും എന്റെ പരിപാടി. ചുമ്മാ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കും കേട്ടോ. എന്തിനാ കരയുന്നതെന്ന് ഒരു പിടിയില്ല. അവളെ കൊണ്ട് ഇങ്ങനെ പുറത്തിങ്ങനെ കറങ്ങി നടന്നാൽ പിന്നെ ഒരു കുഴപ്പമില്ല. പുറത്താണെങ്കിൽ അപ്പടി വണ്ടിയുടെ മുന്നിൽ ചെന്നിട്ടാണ് വണ്ടി എന്ന് പറയണത്. അതുകൊണ്ട് ഞാൻ പുറത്ത് അധികം കറക്കത്തില്ല, വീട്ടിലോട്ട് കെട്ടിക്കൊണ്ട് പോകും. വീട്ടിൽ വന്നാൽ കൊച്ചിനായിട്ട് ഇഷ്ടമില്ല താനും. അങ്ങനെ നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഹെം ചെയ്യണം. ഹെമ്മിങ് പരിപാടിയൊന്നും ഇന്ന് നടക്കിയല്ല. കിയ ഉണ്ടായിരുന്ന ദിവസമായതുകൊണ്ട് അന്ന് നടന്നില്ല. അങ്ങനെ നാൻസി ബ്ലൗസ് അവിടെ മാറ്റി വെച്ചു. പാവാടയിലെ ഇത്തിരി ഇറക്കക്കുറവുണ്ട്. അവർ പ്ലെയിൻ ബ്ലൂ കൊണ്ട് തന്നെ ഫുള്ള് ചെയ്യാനാണ് പറഞ്ഞത്. തുണി നോക്കിയപ്പോഴത്തേക്ക് ഇറക്കക്കുറവുണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ ടോപ്പിന്റെ തുണി ബാലൻസ് ഉണ്ടായിരുന്നു. അത് വെച്ച് നാൻസി ഒരു 2 ഇഞ്ചിന് പിടിപ്പിച്ചു കൊടുത്തപ്പോഴത്തേക്കും പാവാടയ്ക്ക് വേണ്ട ഇറക്കമായി. ആ പടി പിടിപ്പിച്ച് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾക്കൊന്ന് കടയിൽ പോകണമായിരുന്നു. ഇച്ചിരി ലൈനിങ് ഒക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കാണ് നമ്മൾ അന്ന് പോയില്ലേ മാങ്ങാമേള കാണാൻ പോയിട്ട് ചമ്മി പോന്നില്ലേ. അപ്പൊ അത് പിന്നെയും കാണാൻ വേണ്ടി പോയേക്കുവാണ്. പിന്നാമ്പുറത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. അമ്മയുടെ നേരത്തെ വെക്കണുണ്ടോ പാമ്പിന? തലേണ്ടി അമ്മയുടെ കൂട്ടുകാരിയാണ് മെർലിയാൻ്റെ. മെർലിയാൻ്റെക്കാണെങ്കിൽ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പൂവ് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മെർലിയാൻ അതിനകത്തുനിന്ന് ഒരു 3 സെറ്റ് പൂ വാങ്ങിയിട്ട് ഇതിൻ്റെ തന്നെ സെയിം വൈറ്റ് നിറത്തിലുണ്ടായിരുന്നു. അങ്ങനെ പൂക്കളൊക്കെ വാങ്ങി വന്ന വഴിക്ക് കിയാനാണെങ്കിൽ വലിച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ വർണ്ണപ്പകട്ടും കാണുമ്പോൾ അങ്ങോട്ട് ചെല്ലുവാണ്. പലതരത്തിലുള്ള മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നോക്കാണ്ട് വേഗം ഞങ്ങൾ മാങ്ങയുടെ സെറ്റിലെത്തി. വെച്ചു കൊടുക്കുന്നത് പുളിയാണോ അത്? ഇത് കൊള്ളാം. വേറെ ഏതാ നല്ല വേറെ മധുരമുള്ള നോക്കാടിപ്പാ. ഇത് നാൻസി എങ്ങനെയുണ്ട്? പുളിയാണോ? കച്ചാ മീട്ട. ഇത് നോക്കിക്കേടി. എങ്ങനെയുണ്ട്? ഞങ്ങൾ ഈ സിന്ദരി UP വാങ്ങി കേട്ടോ. അത് വലിയ തിരക്കേടില്ലാണ്ട് മധുരം ഉണ്ടായിരുന്നതുകൊണ്ട് അത് മാത്രം 1 കിലോ വാങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ. പിന്നെ നോക്കിയപ്പോ ഒരാൾ മാത്രം ഇങ്ങനെ വലിയ സെറ്റപ്പിൽ ഇരിക്കുവാണ്. ലാൽ ബാദുഷ 2400 ശരി വേണ്ട. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ബാക്കി ചെയ്യുവാണേ. ഇത് ആദ്യം തന്നെ അവള് കുറെ നാളായപ്പെട്ടു അവിടെയൊക്കെ തേച്ചിട്ട്. അതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ദാവണി സെറ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ വീതിക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് അതുപോലെ തന്നെ പ്ലേറ്റ് നല്ല വീതിക്കിട്ട് തേച്ചതാണ്. പക്ഷെ കുഞ്ഞിന് ഭയങ്കര അരവണ്ണം ചെറുതായിട്ടോ. അതുകൊണ്ട് ബാലൻസ് കുറെ തുണി വന്ന് അതങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കഴിയാൻ നേരത്ത് ഈ മുണ്ടെടുത്ത പോലെ ഇരിക്കും. പിന്നെ അത് അഴിച്ച് പണിത് എല്ലാ പ്ലേറ്റും ചെറുതാക്കി അവരുടെ തുണിയിൽ നമ്മൾ മാക്സിമം കൊള്ളിച്ചെടുത്ത് അരവണ്ണം പാകാക്കി. പിന്നെ പിറ്റേ ദിവസമായി ഞാനാണ് അടുക്കളയിൽ കയറുന്നത്. നാൻസിക്ക് ഇന്ന് ഫുൾ അടുക്കളയിൽ നിന്ന് ലീവാണ്. കാരണം നല്ല പണിയുണ്ട് കേട്ടോ വേറെ. അങ്ങനെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള അച്ചും പാത്രവും എല്ലാം ആയിട്ട് വരുവാണ്. ആദ്യമേ തന്നെ കട്ടൻ ചായ ഇട്ട്
ഞാനാണ് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് കുറേ നാളായേ. ഇപ്പം സ്ഥിരമായിട്ട് നാൻസിയാണ് ഇടിയപ്പത്തിൻ്റെ ആള്. അങ്ങനെ ഞാൻ ദൈവമേ നന്നായി കിട്ടിയേക്കണം. നാൻസി കറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സ്മൂത്ത് ആയിട്ട് ഇടിയപ്പം ഇങ്ങോട്ട് പോരുവേ. ഞാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബലപ്രയോഗം നടത്തിയാണ് കറക്കി എടുക്കണത്. പക്ഷെ ഇത്തവണ നല്ല സ്മൂത്തായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ച് ചെയ്തുകൊണ്ടായിരിക്കും. ഇതുപോലെ ഞങ്ങൾ എറണാകുളത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന സമയത്ത് ജേസൻ അതിലേ പോകുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ കറക്കിക്കൊണ്ടിരിക്കുകയെ എടോ വെറുതെ പോകുവാണ് ഇതൊന്ന് കറക്കി തടാന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒന്ന് കറക്കി തന്നതാണ്. എൻ്റെ അച്ചും കൂടി പോയി. അച്ചു വളഞ്ഞു പോയി. എൻ്റെ ഈശ്വരാ, പുള്ളിനെ കറക്കാൻ വിളിക്കണ്ടായിരുന്നു. അതാണ് ഞാനിതിപ്പോൾ പിഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓർത്തത്. ഇത് എപ്പോൾ ഇടിയപ്പത്തിൻ്റെ അച്ചു കണ്ടാലും എനിക്ക് അതാണ് ഓർക്കാറുള്ളത്. മഞ്ഞപ്പൊടി ഇട്ടാ? മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. മസാലപ്പൊടി അവിടെ എടുത്ത് വെച്ചേക്കുന്നു. പിന്നെ ഇടുന്നു നീ ഗരം മസാലയാ? ഇടി അമ്മയ്ക്ക് നിന്റെ കറിയല്ലേ ഇഷ്ടം? നീ ഉണ്ടാക്കണ സൂപ്പറാന്നല്ലേ പറഞ്ഞത്. ഈ ഉരുളക്കിഴങ്ങ് ഇത്ര മതിയാ? ഞാൻ മസാല ഇട്ടില്ലെന്ന് തോന്നണം. അന്ന് ഞാൻ മറന്നുപോയെന്നല്ലേ പറഞ്ഞത്. പിന്നെ എല്ലാം ഒരു ഇട്ട് കുറവായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ പോയി വാങ്ങിച്ച മറ്റേ മല്ലിക സിന്ദൂരി അല്ലല്ല, അയ്യോ എന്താണ് ബിന്ദു റാണി, അയ്യോ മറന്നുപോയി പേര്. ആ പേര് അല്ല, ആ മാങ്ങയെ 2 ബിസ്ക്കറ്റും കൂടി. കാരണം ഇവള് ചിലപ്പം വല്ലൊരു ബിസ്ക്കറ്റ് പൊട്ടിക്കാൻ നേരത്തെ അതുമായിട്ട് വാങ്ങി നോക്കിയിരിക്കാതിരിക്കാനായിട്ട് ഒരു 2 പേരിരിക്കട്ടെ എന്ന് വിചാരിച്ച്. മാങ്ങ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഈ ഫ്രൂട്ട്സ് കൊടുത്തു വിട്ടാൽ തിന്നില്ല എന്നാണ് മിസ് പറഞ്ഞത്. ഫ്രൂട്ട്സ് എങ്കിൽ അവിടെ പോയി തിന്നട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് കൊടുത്തു വിടുന്നത്. പക്ഷെ അവിടെ പോയിട്ട് ബിസ്ക്കറ്റ് പൊട്ടിക്കണവരുടെ വായിട്ട് നോക്കിയത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പുറകിലുണ്ട്, അത് ഫുള്ള് ഇത് തന്നെ പോലത്തെ ആയിരിക്കും. അപ്പൊ അതങ്ങനെ തന്നെ ചെയ്യാം. ബാക്കിലും കൂടി വന്ന രീതിയിൽ ചെയ്യാം. നെക്ക് വീയാണോ? നെക്ക് വീയല്ല, ഇങ്ങനത്തെ കഴുത. വീട തന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വിരിഞ്ഞു തന്നെ പോലെ അല്ലേ? അത് നല്ലതല്ലേ? എനിക്ക് ആ ഫോട്ടോയിൽ കണ്ട സെയിം പാറ്റേൺ വേണമെന്നാണ് ജിസ്മി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള തുണിയൊക്കെ സെറ്റ് ചെയ്ത് കട്ടാക്കി വെച്ച്. അപ്പോൾ കിയാടെ ഒരു ഉടുപ്പ് ഇതുപോലെ കൈയിൽ ഇലാസ്റ്റിക് വന്നതാണ്. കൈയിലൊക്കെ ഇലാസ്റ്റിക് വന്നാൽ അവൾ ഇടില്ല. അതുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചുമ്മാ മടക്കി അടിച്ചെടുക്കുവാണ്. നാളെ സ്കൂളിൽ പോകാൻ നേരത്തെ ഇത് ഇടിയിപ്പിച്ച് കൊടുക്കാമല്ലോ. എപ്പോഴും ഓർക്കും ഈ ഉടുപ്പൊന്ന് അടിച്ചു വെക്കണമെന്ന്. പക്ഷെ നമ്മൾ മറന്നു പോവുക. ഇനിയും മറന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഇറക്കം കുറഞ്ഞു പോകും. അതുകൊണ്ട് വേഗം ചെയ്യുവാണ്. ദൈവമേ, എന്ത് ചെയ്യും നമ്മൾ? ഇന്ന് പണി കിട്ടുമെന്നാ തോന്നണത്. ഒരിക്കലും ഇല്ലാത്ത പോലത്തെ കരണ്ട് പോകല്. ഇതിപ്പോ 2ാമത്തെ റൗണ്ട് പോയേക്കുവാണ്. കരണ്ടൊക്കെ വന്ന് നാൻസി പരിപാടി തുടങ്ങി. ഞാനാണെന്നുണ്ടെങ്കിൽ അവള് ഇന്നലെ തയ്ച്ചു വെച്ച ബ്ലൗസ് ഉണ്ടല്ലോ, അത് ഹെമ്മൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. കിയാനെ പറഞ്ഞു വിട്ടിട്ട് അതിന്റെ ഹെമ്മിങ് പരിപാടിയിലോട്ട് കടന്നു കേട്ടോ. എനിക്ക് ഇത്തിരി സമയം എടുക്കും കേട്ടോ ഹെം ചെയ്യാനായിട്ട്. ഇങ്ങനെ 1 മണിക്കൂർ കൊണ്ടൊക്കെ ബ്ലൗസൊക്കെ വേഗം തയ്ച്ചു കൊടുക്കുന്നവരൊക്കെ എങ്ങനെയാണ് ഈ ഹെം ചെയ്ത് വേഗം കൊടുക്കണേന്ന് അറിയത്തില്ല. നമ്മളിത് എപ്പോഴും ചെയ്യാത്തതുകൊണ്ടായിരിക്കും അത്ര സമയം എടുക്കുന്നത്. ഒരു 1.5-2 മണിക്കൂർ എന്താണെങ്കിലും എടുക്കും. ഒരു 5-6-7 കൊളുത്തും അതിനുള്ള ലൂപ്പും പിന്നെ കഴുത്തൊക്കെ. ഞാൻ നോക്കാൻ നേരത്തെ എനിക്കൊരു പുതിയ ചെയിൻ മാത്രമുണ്ട്. ഐസിയുടെ എല്ലാം പുത്തൻ മാല മാറി നിന്ന ഗ്യാപ്പിലാകുമ്പോ എനിക്ക് ഈ മാല ഒന്ന് മാറ്റി അതൊക്കെ പറഞ്ഞേ മാലയെ മാറ്റി. ഞാൻ എനിക്ക് മേടിക്കാൻ പോയിട്ട് എനിക്ക് ഒരു ഒന്നാന്തരം മാലയല്ലായിരുന്നു. പിന്നെ വേട്ടമാല ബുദ്ധിമതി. ഒരു 10-12 കൊല്ലം മുമ്പുള്ള കാര്യമായിട്ടേ പറഞ്ഞത്. നാൻസിക്ക് ചെയിൻ വാങ്ങാനായിട്ട് ഞങ്ങൾ 4 പേരും കൂടി കെട്ടി എറണാകുളം ഭീമാക്ക് പോയി. ഭീമ ചെന്ന് നാൻസിക്ക് ചെയ്തപ്പെട്ട് ഒന്നും കിട്ടുന്നില്ല. അവസാനം കിട്ടി സെക്ഷനിൽ നിന്ന് ഒരു 3/4 പവന്റെ ചെയിൻ അവക്ക് കിട്ടി. ഞാൻ അങ്ങോട്ട് ചെന്ന് തപ്പിയപ്പോഴത്തേക്ക് എന്തോരം ഭംഗിയുള്ള ചെയിനുകളാ. എൻ്റെ എല്ലാ ചെറിയ സാധനവും മാറ്റി കൂടിയതായിട്ട് മേടിച്ച് എൻ്റെ 3/4 പവന്റെ ചെയിൻ 1.25 മാല മാറ്റി. അങ്ങനെ എല്ലാം പുതിയത്. മോതിരം, കമ്മല്. എൻ്റെ മാലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു സാധാ കുരിശായിരുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് യേശു ക്രിസ്തു കുരിശ് കിടക്കുന്ന ഒരു കുരിശുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള കുരിശ്. എനിക്കത് കണ്ടപ്പോൾ അമ്മേ എനിക്ക് ഇതും വേണം. അപ്പം അമ്മ എനിക്ക് അതും വാങ്ങിച്ചു തന്ന്. നാൻസിക്കൊരു ചെയിൻ മാത്രം എനിക്കിട്ട് നോക്കിയപ്പോൾ എൻ്റെ എല്ലാം പുതിയത്. അതും പറഞ്ഞവർ എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്. ഞാൻ ബുദ്ധിമതിയാണെന്ന് അവരെ പറയുന്നത്. ഞാൻ ബുദ്ധിമതിയൊന്നുമില്ല, ഞാൻ പാവപ്പെട്ടൊരു പെൺകുട്ടിയാ. ഇതെന്താ അച്ചാറാ? അല്ല പഴംപൊരി വാങ്ങിച്ചില്ലേ? ഇതാണോ പഴംപൊരി? കഴിക്കാൻ പോണോ താൻ? പിന്നെ ഉച്ചയില്ലേ, എന്നാ പാത്രം എടുക്ക്. നല്ല ചിക്കൻ ബിരിയാണി. അവിടെ എല്ലാരും ചിക്കൻ ബിരിയാണി മേടിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ വാങ്ങി.
ജേസന് അതിനൊക്കെ ഒരു ബിരിയാണി കൊണ്ട് വന്നേക്കണം. പുള്ളിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട, എനിക്ക് പഴംപൊരി മാത്രം മതി എന്ന്. അപ്പം എനിക്ക് വേണമെന്ന് കരുതി മേടിച്ചോണ്ട് വന്നതാണേ. എന്നിട്ട് ദേ കഴിക്കണില്ല. ഒരു ഇച്ചിരി കഴിച്ചും പുള്ളി പോയെ. അവസാനം എന്നെ ബാക്കി ഞാനാണ് കഴിച്ചത്. നാൻസിക്കാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. ഇച്ചിരി മസാലയൊക്കെ കൂടുതലായിരുന്നു. നാൻസി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാറ്റേൺ ചെയ്യാനായിട്ട് ശരിക്കും ഒരു ദിവസം ഫുള്ളിരുന്ന് ഇതൊക്കെ ചെയ്തിട്ട് അവർക്ക് ചെയ്തിട്ട് തൃപ്തിയാവാത്ത പോലെ. അത് മാത്രമല്ല, അതൊക്കെ വെച്ച് നോക്കിയും പിടിച്ചൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ എല്ലാം കഴിയുമ്പോൾ മേക്കോന്നും പറഞ്ഞിട്ടിരിക്കും. പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ലേസാണ് ഇത്. ആ ലേസ് നാൻസി ഒന്ന് നെക്കിലൊക്കെ ഇച്ചിരി കൊടുത്താലെന്ന് കരുതിയിട്ട് തിരിച്ചു വെച്ച് കൊടുക്കുവാണ്. ശരിക്കും ലേസിന്റെ രൂപം അങ്ങനെയല്ല, അത് എങ്ങനെ ഇരിക്കും, ഇതാണ് സംഗതി. അത് ആ വലഭാഗം മാത്രം കാണട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്ത്. പക്ഷെ അത് കൊള്ളില്ല കേട്ടോ. അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇച്ചിരി ഓവർ വൈറ്റ് കളറുള്ള ലേസാണ്. അത് ഒന്നിനും ചേരുന്നില്ലല്ലോ ഈശ്വരാന്നും പറഞ്ഞ് ഞങ്ങൾ വിഷമത്തിരിക്കുവാണ്. ഞാൻ അതിനിടയ്ക്ക് ഹെമ്മിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ അത് ലേസ് അഴിച്ചു മാറ്റി. അപ്പൊ നാൻസി പറയും, ഇനി മേലാ നമുക്ക് വൈറ്റ് മേടിക്കരുത്, ഓഫ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ പോകും. ഈ വൈറ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുവേ. എവിടെയെന്നാര് ഞാൻ എവിടെയെന്നല്ല, എവിടെയാന്ന് വെച്ചാ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതല്ലടി, തടവ് എവിടെയാന്നല്ല, തടവ് എവിടെയാന്നല്ല, ഏത് രാജ്യത്താണെന്ന്. ആണോ? നമ്മളെ വണ്ടി ഓടിച്ച് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ തടവ് കിട്ടുവാ? ഇതെന്തായാലും ചെറുതാക്കി ഇച്ചിരിയും കൂടി ചെറുതാക്കിയപ്പോ ഇച്ചിരി മെനകേട് കുറഞ്ഞു കിട്ടിയിട്ടുണ്ടോ? ഇതാണല്ലോ ആ പാറ്റേൺ. നാൻസിക്കാണെങ്കിൽ ചെയ്തിട്ടും സമാധാനമാവുന്നില്ല. ഇത് ഇങ്ങനെ തന്നെയാണോ? ഞാൻ പറയും, അങ്ങനെ തന്നെയാ, നീ ചെയ്തോ എന്ന് പറഞ്ഞോട്ട് സപ്പോർട്ട് ചെയ്ത് തള്ളിക്കൊണ്ടിരിക്കുവാണ്. മരവാഴ എന്താണ് കുട്ടാ ഞാൻ ചെയ്തു തരേണ്ടത്? എല്ലാം കൂടി ചതക്കങ്ങോട്ട് അടക്കലോട്ട് വെച്ച്. ഇതിപ്പോ മറക്കുന്നില്ലേ? 4 ഉള്ള വറക്കാനൊന്നും ഇല്ല. കറുവക്കണമെങ്കിൽ വറക്കണേ ഞങ്ങൾ രണ്ടുപേരും തിരക്കിലായിരുന്നോണ്ട് ആ 2 ദിവസങ്ങളിലും ജെസ്സിയമ്മ ആ ജോലി കഴിഞ്ഞിട്ട് അമ്മ 1 മണിക്ക് വരുവേ. എന്നിട്ടാണ് അമ്മ കറിക്കുള്ളതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പാവം ജെസ്സിയമ്മ. അങ്ങനെ അതിന്റെ പരിപാടികൾ. പിന്നെ ഞാൻ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളി അങ്ങനത്തെ സഹായമൊക്കെ ചെയ്തിട്ട് പിന്നെയും വന്നേക്കുവാണ്. മീഡിയം സൈസൊക്കെ ലാർജ് സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവളെ എന്റെ മേത് വെച്ച് നോക്കിയിട്ടാണ് ഏകദേശം എവിടെ കട്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു അനുമാനത്തിലെത്തുന്നത് കേട്ടോ. ഞാനാണ് മീഡിയത്തിന്റെ മാനിക്യൂൻ. അങ്ങനെ എന്നെ വെച്ചിട്ട് അകന്ന് നിന്ന് നോക്കുവാണ് സംഭവം നന്നായിട്ടാണ് വന്നേക്കുന്നതെന്ന്. അതിനിടയ്ക്ക് നമ്മുടെ ജിസ്മിയുടെ അമ്മ വന്ന് നമ്മൾ ഈ ഉടുപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. ജിസ്മിയുടെ അമ്മ ഒരു ചുരിദാർ തരാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് കൊടുത്തു വിട്ടതാട്ടോ ഈ ഒരു സാധനം. എന്താണ്? സായിപ്പം പൂട. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ഫ്ലേവർ ആയിരുന്നു. അത് എന്ത് ഫ്ലേവർ? താങ്ക് യു ജിസ്മി ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാൻസി കഴിക്കുവാണ്. എന്നിട്ട് നമ്മൾ ആ ടോപ്പിന്റെ കാര്യത്തിൽ തീരുമാനമായി. അതവിടെ വെച്ച് ബാക്കി ഇത് തയ്ക്കാൻ എന്തു സുഖമായിരുന്നു എൻ്റെ ദൈവമേ. അത്രയും പാടൊന്നും പെട്ടില്ല. നാൻസി പറയുമായിരുന്നു വേറെ എല്ലാം എടുത്തിട്ട് അവസാനം അത് എടുത്താൽ മതിയായിരുന്നെന്ന്. അതിന്റെ പുറകെ പോയി ഫുൾ സമയം പോയി കേട്ടോ. അങ്ങനെ ഒരു 10:30 ആയപ്പോൾ ജെയ്സൺ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ബ്രോസ്റ്റഡ് ചിക്കൻ. എവിടെ പോയാലും ഇപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ട് വേണോ? അപ്പം ഞാൻ പറയും വേണ്ട. എന്നാ ഓക്കെ വേണ്ട, ഞാൻ മേടിക്കും. പിന്നെ അതിന് തോണ്ടാൻ വരരുതെന്ന് പറയാം. അപ്പം ഞാൻ പറയാം ശരി എന്നാൽ ഒരു കഷ്ണം മേടിച്ചേക്ക്. അങ്ങനെ മേടിച്ചുകൊണ്ട് വരുവേ. അങ്ങനെ ഇത് ഡാൻസിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് ഉണ്ടല്ലേ? ഒരു സന്ധ്യ സമയമായപ്പോഴാണ് നമ്മൾ ഈ ടോപ്പ് തയ്ക്കാൻ തുടങ്ങിയത്. അങ്ങനെ സമയം ഇപ്പോൾ 11:30 ആകാറായിട്ടുണ്ട്. കുറച്ച് ഈ പാറ്റേൺ ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും കേട്ടോ. നമുക്ക് വേഗം. അത് മാത്രമല്ല അളവുകളും ഒക്കെ അവളിവിടെ ഇല്ലാത്തത് കൊണ്ടൊക്കെ ആകപ്പാടെ കൺഫ്യൂഷൻ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനിടയ്ക്കാണ് കരണ്ടും പോയി. പിന്നെ ബാക്കി മിനുക്ക് പണികൾ നാളത്തേക്ക് ചെയ്യാമെന്നും കരുതിയിട്ട് അത് പിന്നെ അവിടെ കാണിച്ച് ഒതുക്കി വെച്ച്. ഇത് നോക്കിക്കുക, സമയം എത്രയാണ്? 12 മണിയാകുമ്പോൾ ഈ പെണ്ണ് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. നോക്കി ഇവള് സ്കൂളിലും പോയി കിടന്നുറങ്ങിയല്ല, വീട്ടിൽ വന്നാലും കിടന്നുറങ്ങിയല്ല. രാവിലെ 8 മണിക്ക് എണീക്കണം വെച്ച കണ്ടല്ലേ? ഇവളെ സ്വഭാവം കണ്ടില്ലേ? മിനിമിനിത്തോണ്ടേ ഇരിക്കും. ഇവളെ വെച്ചോണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇപ്പൊ സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ഭയങ്കര ഒരു ത്വരയിൽ നിൽക്കുവാണ്. പക്ഷെ എന്റെ ത്വര ഈ കുഞ്ഞു കാരണം നടക്കുന്നില്ല. ഇവളിനെ സ്കൂളിൽ വിട്ടിട്ട് എനിക്ക് തയ്ക്കണം. അങ്ങനെ 3-ാമത്തെ ദിവസം
ഉറക്കം നാൻസി, എനിക്ക് ഇനി ഉറങ്ങണം. ഈ പരിപാടി ഞാൻ ശരിക്കും രാവിലെ സ്വപ്നം കണ്ടു വന്നത് ഇതെല്ലാം തീർത്തിട്ട് ചത്തോളം ഉറച്ചു വരണം. ഇന്നലെ നല്ല ലേറ്റ് ആയിട്ട് ഉറങ്ങിയത്. അത് മാത്രമല്ല, നാൻസിക്ക് സ്റ്റിച്ചിങ് ഉള്ളതുകൊണ്ട് അവൾ അടുക്കള കയറത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇപ്പം തന്നെ കയറണം. സമയമായോ എന്ന് നോക്കി 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 എൻ്റെ ഉറക്കം നല്ല ബസ്റ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു സുമാറും ഉണ്ടായിരുന്നില്ല. ഒരു ഇച്ചിരി നേരമെങ്കിലും നമ്മൾ ബോധം കെട്ട് കിടന്ന് ഉറങ്ങിയാലല്ലേ നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവുള്ളൂ. അതിന് ഉറക്കം തോന്നിയാണ് വേഗം ചമ്മന്തി ഉണ്ടാക്കി. തലേ ദിവസം തന്നെ ഞാൻ ദോശയൊന്ന് ഉറപ്പിച്ചിരുന്നു. കാരണം ദോശയാകുമ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാമല്ലോ. ഞാൻ 3 എണ്ണം വെച്ച് വേഗം ഉണ്ടാക്കി തീർന്നു കേട്ടോ. പിന്നെ ഒരു സാമ്പാറും കൂടി ഞാൻ തല്ലി കൂട്ടിയായിരുന്നു. സാമ്പാറിന് അതുകൊണ്ട് കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. വെണ്ടയ്ക്ക എനിക്ക് കൂടുതലും അങ്ങനെ സാമ്പാറിനകത്ത് കുത്തിക്കയറ്റുന്നത് ഇഷ്ടമില്ല. എന്താണെന്നറിയില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കത് ഇഷ്ടമില്ല. അങ്ങനെ ഇത് പിന്നെ നമ്മുടെ സാധാരണ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ തട്ടുകളിലേക്ക് കൊടുക്കുന്ന സാമ്പാർ ഇങ്ങനെയാണല്ലോ, കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സാമ്പാർ. എനിക്ക് എന്താണെന്നറിയാം, ദോശ ഇഡലിയൊക്കെ തിന്നുമ്പോൾ ഒരു സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ ഒരു സുഖം തോന്നുള്ളൂ. അങ്ങനെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഞാനൊരു ഓംലെറ്റ് പൊരിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് തട്ടുകടയെ പറ്റി. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു ഓംലെറ്റ് പൊരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അങ്ങനെയാണ് കഴിച്ചത്. അങ്ങനെ കിയായ്ക്ക് ടാറ്റ കൊടുക്കുക. കിയ പോയിട്ട് വേണം ബാക്കി കുറേ പരിപാടികൾ ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഞങ്ങൾ വലിയ സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന തയ്യലാണ്. ഇത് 5-ാം തീയതിയാണ്. ഈ ഒരു ടോപ്പും കൂടി ആയിട്ടുണ്ടെങ്കിൽ ജിസ്മിയുടെ ഓക്കെ ആയിട്ടുണ്ട്. ജിസ്മിക്ക് ഉച്ചയ്ക്ക് ഇത് വീട്ടിൽ കൊണ്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവർ വൈകുന്നേരം പോകും. അവർക്ക് വെളുപ്പിനെയാണ് ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ സമാധാനത്തിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ധാവണിയുടെ ആൾക്കാർ വിളിക്കുന്നത്. അവർക്ക് അർജന്റായിട്ട് 5-ാം തീയതി തന്നെ വേണം. കാരണം അവർക്ക് ഈ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. സമയം വൈകിയാൽ എനിക്ക് പ്രശ്നമാണ്. നാൻസി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും എണീറ്റില്ല. ഒരു വിധത്തിലായിരുന്നു. ഉച്ചയൂണും ഒക്കെ കണക്കായിരുന്നു. അവൾ വേഗം തയ്ക്കാനുള്ള ധൃതിയായിരുന്നു. ഞാൻ ഹെം ചെയ്യേണ്ടതൊക്കെ ഹെം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. നാൻസിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. കത്രിക എടുക്കൂ, ടേപ്പ് എടുക്കൂ എന്നൊക്കെ അവൾ അവിടെ ഇവിടെ കൊണ്ടുവച്ചിട്ട് മറന്നു പോയിട്ട് പിന്നെയും വന്ന് സീറ്റേ ഇരിക്കും. അങ്ങനെ നമ്മുടെ ഈ ഉടുപ്പിന് ബാക്കിൽ ഒരു ബട്ടൺസ് പിടിപ്പിക്കണം. ആ ബട്ടൺസ് ഒക്കെ പിടിപ്പിക്കാനായിട്ട് ബട്ടൺസ് ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നാൻസി പറഞ്ഞത്, നൈസി ഒരു എമർജൻസി ഉണ്ട്, ലൈനിങ്ങിൻ്റെ തുണി തികയുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല, നീ വേഗം ഒരുങ്ങിപ്പോയി ഇച്ചിരി മഞ്ഞത്തുണി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം പോയി മഞ്ഞയാണല്ലോ അവളിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ എനിക്കൊരു തുണി തന്ന് വിട്ടായിരുന്നു. അതിന് മാച്ചായിട്ടൊന്നും കിട്ടിയില്ല. ഇച്ചിരി കൊണ്ട് ബ്രൈറ്റ് മഞ്ഞയാണ് കിട്ടിയത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ തിരക്കൊന്നുമില്ല. ഇത് മെഡിക്കൽ സ്റ്റോറിൽ എപ്പോഴും തിരക്കായിരിക്കുവേ. എനിക്ക് കുറച്ച് മരുന്നും കൂടി വാങ്ങാനുണ്ടായിരുന്നു. അതും കൂടി വാങ്ങിയിട്ട് ഞാൻ വന്ന സമയത്ത് നാൻസി മൂത്ത ആളുടെ ധാവണി ഒരു സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. അത് അഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് ഫുൾ അഴിച്ചിട്ട് വേണം രണ്ടാമത് റീസെറ്റ് ചെയ്യാനായിട്ട്. കാരണം ഭയങ്കര വലുതാക്കി അവർ തയ്ച്ചേക്കുമല്ലേ. അതുകൊണ്ട് പ്ലീറ്റൊക്കെ ഭയങ്കര വലുതാ. കുഞ്ഞിൻ്റെ അരവണ്ണം ഭയങ്കര ചെറുതാണ്. അതിലോട്ടാക്കാൻ നേരത്ത് നമുക്ക് ഫുൾ അഴിച്ച് കുഞ്ഞു പ്ലേറ്റ് ഇട്ട് കൊടുത്താലേ നമുക്ക് ആ മാക്സിമം തുണിയായിട്ട് നല്ല വിരിഞ്ഞ് നിൽക്കുകയുള്ളൂ. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന ഗുളിക. എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലായപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ തന്ന മരുന്നാണ്. അത് ഞാൻ മുടി കൊഴിച്ചിൽ നിന്നപ്പോൾ പരിപാടി നിർത്തിയതേ, പിന്നെയും കൂടി. അങ്ങനെ വിറ്റമിൻ ഡിയും ആ ഗുളികയും പിന്നെ നമുക്ക് താരൻ്റെ ഒരു ഷാമ്പൂ ഉണ്ട്, അതുമൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ അതുമൊക്കെ ഞാൻ വാങ്ങിയിട്ട് വന്ന് പിന്നെ ഇന്ന് നമ്മുടെ മെറൂൺ കളറല്ല, ഇത് 3ാമത്തത് ഇന്നലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഇത് നല്ല ബ്രൈറ്റ് നിറമാണ്, നല്ല രസമാണ് നിറം കാണാനായിട്ട്. പക്ഷേ ഇച്ചിരി കളർ ഇളകുമോയെന്ന് സംശയമുണ്ട്. കാരണം നാൻസി തയ്ച്ചപ്പോഴത്തേക്കും കയ്യിലൊക്കെ നിറം പിടിക്കുന്നുണ്ടായിരുന്നേ. ആദ്യത്തെ 2-3 തവണ ഇളകുമായിരിക്കുള്ളൂ എന്ന് വിചാരിക്കാം. ഫുൾ കളർ ഇളകി പോകില്ലായിരിക്കും. അങ്ങനെ പിന്നെ മഞ്ഞ തയ്ച്ചു കഴിഞ്ഞ് മഞ്ഞയുടെ ഇച്ചിരി ഹെമ്മിങ് ചെയ്യാനുണ്ടായിരുന്നത് അത് ഞാൻ വേഗം ഹെം ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പെരവാസ്തോലി 7-ാം തീയതിയാണ്. അപ്പോൾ ഒരു 6-ാം തീയതി ചേച്ചി എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു 5-ാം തീയതി തന്നെ തരാൻ നോക്കണേന്ന്. പക്ഷേ 6-ാം തീയതി ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. നമുക്ക് ഈ പൂജന കാര്യമൊന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ല. നമ്മുടെ ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സമയത്ത് വന്ന് അച്ഛൻ വെഞ്ചരിച്ചിട്ട് പോണ പരിപാടിയല്ലേ ഉള്ളൂ. പൂജ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നേ. പൂജയുണ്ട്, അവർക്ക് തലേദിവസം വീട്ടിൽ നിന്ന് മാറാനേ പറ്റില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേഗം ഒന്ന് ധൃതിക്ക് കൊടുക്കാനായിട്ട് നമ്മളും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടായിരുന്നു മാക്സിമം പറ്റുന്ന പോലെ. പിന്നെ കരണ്ടിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റിയല്ല. കരണ്ടൊക്കെ നമുക്ക് ധൃതിയിട്ട് നിൽക്കണം. നേരത്തെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. അയ്യോ, ശരിക്കും ഞങ്ങൾ ഓർക്കും സിനിമയിലൊക്കെ കാണുന്നത് ശരിക്കും യാഥാർത്ഥ്യം തന്നെയാണല്ലോ എന്ന്. നമുക്ക് ധൃതിയിട്ട് നിൽക്കാൻ നേരത്ത് ഫുൾ പ്രശ്നവും നമുക്ക് എതിരായിരിക്കും. ചില സമയം നമ്മൾ അനുകൂലിക്കും കേട്ടോ. അങ്ങനെ ഒരു ദിവസമായിരുന്നു അന്ന്. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് പോയി. അത് മാത്രമല്ല ജെയ്സന് പോകേണ്ടായിരുന്നു. ജെയ്സന് പോകേണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജെയ്സൺ കിയാനെ നോക്കി. 3:30 കിയ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് നാണിച്ച് തയ്ച്ചു കഴിഞ്ഞാൽ
ബ്ലൗസ് ഹെം ചെയ്യാണ്ട് എങ്ങനെ കൊടുക്കും? അപ്പോൾ ഇവള് പാവാടയൊക്കെ വേഗം ഒന്ന് പാവാടയൊക്കെ സെറ്റ് ചെയ്തിട്ട് ബ്ലൗസൊക്കെ തയ്ച്ച് തന്നപ്പോഴത്തേക്ക് ഞാൻ സാവധാനം ഇരുന്ന് ഹെം ചെയ്ത്. ഇപ്പം ജേസൺ കുഞ്ഞിനെ നോക്കുകയും ചെയ്തു. ജേസൺ കുഞ്ഞിനെ കൊണ്ട് കറക്കത്തോടെ കറക്കായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നാൽ പറ്റിയല്ലോ, അവർ മുറിയിലോട്ട് വരും. ഇത് മുഴുവൻ നമ്മൾ കട്ടിലയിലൊക്കെ ഇങ്ങനെ വിരിച്ച് ഇങ്ങനെ ഇട്ടേക്കുവാണല്ലോ. ഇത് അയക്കലും തിരിക്കലും മറിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കണം കൊണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് പരിപാടികൾ. ഇത് ഇപ്പോൾ പാക്ക് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റായിട്ട് ഒന്നും കൂടി എടുത്ത് കാണിച്ചതാണ്. ഇവിടെയാണ് സിബൊക്കെ വെച്ചേക്കുന്നത്. ഇത് 4 കൂടി ഞാൻ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകണം, അവളുടെ വീട്ടിലോട്ട് പോകണം. ഇത് നമ്മൾ നാലാമത്തത് ഈ പാറ്റേൺ ഡാൻസ് ആദ്യമേ ചെയ്തിട്ടുള്ളതാണ്. ആ സെയിം പാറ്റേൺ നമുക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതേപോലെ ചെയ്തതാണിത്. ഇതിന് നമ്മൾ ഒരു സൈഡിൽ മാത്രമേ സിബ് വെച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം തീരെ സമയമില്ലായിരുന്നു, 2 സൈഡിലും കൂടി സിബ് വെക്കാൻ സമയമേ ഇല്ലായിരുന്നതുകൊണ്ട് ഒരു സൈഡിൽ എമർജൻസി സിറ്റുവേഷൻസിൽ ഒരു സിബ് ആണെങ്കിലും മതിയല്ലോ എന്ന് കരുതിയിട്ട് അതങ്ങനെ ആക്കി. അങ്ങനെ 4 സെറ്റായിട്ടുണ്ട്. ഇനി ഇതും കൊണ്ട് ഞാൻ പുറപ്പെടാൻ പോവുകയാണ്. ഞാൻ പുറപ്പെട്ട സാധനം കൊണ്ട് കൊടുക്കാൻ അവളുടെ വീടിന്നപ്പോൾ നടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം കിടന്ന് അലഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു ചേട്ടനോട് ചോദിച്ച് ചേട്ടൻ വഴി പറഞ്ഞു തന്ന് പിന്നെ അടക്കണ്ട കൊടുത്തിട്ട് വന്നപ്പോൾ ഞാൻ അയണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്ലേറ്റ് നല്ലപോലെ അവർ അയൺ ചെയ്ത് വെച്ചേക്കുമല്ലേ, അത് ഫുൾ അഴിച്ചിട്ട് രണ്ടാമത് റീസെറ്റ് ചെയ്തുകൊണ്ട് ആ പ്ലേറ്റും ഈ പ്ലേറ്റും എല്ലാം കൂടി കിടന്നുകൊണ്ട് ജഗ പോകുകയാണ്. അതുകൊണ്ട് നാൻസി ഇപ്പം ചെയ്തേക്കുന്ന പ്ലേറ്റ് ഒക്കെ നല്ലപോലെ അയൺ ചെയ്തൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുവാണ്. അവൾ എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ, സ്ട്രെസ് വന്നുകൊണ്ടാന്ന് തോന്നുന്നു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നുവന്ന്. അപ്പം ഞാൻ ഓരോ ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. പിന്നെ വേഗം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമിലാണ് നടന്നു കേട്ടോ. സത്യം പറഞ്ഞ ഇവളെ തയ്ക്കുന്നത് കണ്ടിട്ട് എനിക്ക് ടെൻഷനായിട്ട് മേലാതെ, ദൈവമേ ഇത് കൊടുക്കാൻ പറ്റുമോ, സമയത്തിന് കൊടുക്കാൻ പറ്റുമോ? ഞാൻ വെറുതെ ടെൻഷൻ അടിച്ച് എൻ്റെ തല കളഞ്ഞെന്ന് പറഞ്ഞാൽ മതി. അന്ന് എനിക്ക് തലവേദനയായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ പിന്നെ അമ്മയാണ് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ പരിപാടി. പാവം കേട്ടോ, ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഇത് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി കഠിനമാണ്. പക്ഷേ നിവർത്തിയില്ല, വേറെ ആരും നമ്മളെ സഹായിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നാൻസിക്ക് വേറൊരു സംശയം. തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചിരിയല്ലേ ഉള്ളൂ ഈ ബ്ലൗസും പാവാടയൊക്കെ. അവർ വണ്ണം കുറഞ്ഞ പിള്ളേരാണ്. എന്നാലും ദൈവമേ, ഞാനൊന്ന് അളവെന്നെടുത്തപ്പോൾ തെറ്റിയൊന്നും പോയിട്ടില്ലല്ലോ, ഇതൊക്കെ തന്നെയല്ലേ, ഇനി വരുമ്പോൾ കയറിയല്ലേ? ആകെപ്പാട് സംശയം. ഈശ്വരാ ദൈവം, എന്നെയും കൂടി അവൾ ടെൻഷൻ. അവളിങ്ങനെ പറയും തോറും എനിക്കാണ് ഒന്നും കൂടി ആദ്യം കയറിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആയിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം അമ്മ ഇങ്ങനെ വെറുതെ നടക്കുമ്പോൾ ഞാൻ അമ്മ വെറുതെ നടക്കാണ്ട് ഈ സമയത്ത് ഒരു കൊന്തച്ചില്ലി പ്രാർത്ഥിക്കാമേ. കാരണം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അഴിച്ചു പണിത്, അത് മാത്രമല്ല അവർക്ക് സമയമില്ല, നമുക്ക് സമയമില്ല. ഇതിൻ്റെ മേത്ത് അഴിച്ചു പണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൻസി പറഞ്ഞു നമുക്ക് പിറ്റേ ദിവസം കൊണ്ടാ കൊടുക്കാമെന്ന് പറയാം, അല്ലാണ്ട് ഇനി ഇതിനകത്തിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നും കരുതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അത്ഭുതം, എല്ലാം നല്ല അടിപൊളി പാകമായിരുന്നു. ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ചെറിയൊരിച്ചിരി കാര്യം മാത്രം ചെയ്താൽ മതിയായിരുന്നു. ഇതിട്ട് കഴിഞ്ഞപ്പോൾ മൂത്ത വെച്ച് പറഞ്ഞു ഹായ് കറക്റ്റ് ഭാഗം. സാധാരണ എനിക്ക് ആര് തയ്ച്ചാലും ആദ്യമായിട്ട് ഇടുമ്പോൾ തന്നെ കറക്റ്റ് ഭാഗമായിട്ട് കിട്ടാറില്ലെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി കേട്ടോ. ഇങ്ങനെ കറക്റ്റ് ഭാഗമായിട്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം, ഇടുന്ന അവർക്ക് സന്തോഷം വരും കേട്ടോ. അങ്ങനെ അതൊരു തൃപ്തിയാണ്. എന്തെങ്കിലും കയറാണ്ടോ ഒക്കെ വരാൻ നേരത്ത് നമ്മുടെ ആദ്യമേ തന്നെ ഒരു മൂഡ് പോകും. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഇതെന്താണേലും കുഴപ്പമില്ലാണ്ട് കിട്ടി. പിന്നെ ജിസ്മിയുടെ ആ ഒരു ഒറ്റ ടോപ്പാണ് നമ്മൾ കുഴപ്പിച്ച് കളഞ്ഞത്. അവൾക്ക് നല്ല സാവകാശം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, 2 മാസം കഴിയുമ്പോൾ മമ്മി ഒന്നും കൂടി വരും, അപ്പം കൊടുത്തു വിട്ടാലും മതി എന്ന് അവളെ നേരത്തെ പറഞ്ഞു. നിങ്ങൾ ധൃതി ഒന്നും പിടിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ എന്താണെന്ന് ചെയ്തു തുടങ്ങിയ സ്ഥിതിക്ക് ഫുൾ അങ്ങോട്ട് കൊടുത്തേക്കാന്ന് ഓർത്തിട്ട് കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ തിരക്കിട്ട ഒരു 2-3 ദിവസത്തെ പരിപാടി തീർന്നു കേട്ടോ. നാൻസി മടുത്ത് 2 ദിവസം ഇനി കിടന്ന് ഉറങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേക്കും ഉച്ചക്കത്തെ കറിയൊക്കെ കൂട്ടി മടുത്തപ്പോഴത്തേക്കും ജേസനോട് പറഞ്ഞിട്ട് ഫ്രൈഡ് റൈസും, കുറേ നാളെ ഫ്രൈഡ് റൈസ് തിന്നിട്ട് ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പം പുള്ളി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരുടെയും ഡിന്നർ ഇതായിരുന്നു. വീട്ടിൽ വേറെ ആരും കഴിക്കത്തില്ല. ഈ ജേസിന് കല്യാണം കഴിച്ച ശേഷമാണ് ഈ പുറത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാനും കഴിക്കാനും ഒക്കെ ഞങ്ങൾ തുടങ്ങിയത്. അതിന് മുമ്പാട് വീട്ടിലെ ഭക്ഷണം മാത്രമായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ വീഡിയോയുടെ വിശേഷങ്ങളെല്ലാം തീർന്നിരിക്കുവാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.